movements of the body are terms related to the movement of a joint. Movement of trunk is in sagittal plane, flexion, bending anteriorly. Bending anteriorly പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ബെൻഡ് ചെയ്യുന്നതിനാണ് ബെൻഡിങ് ആന്റീരിയർലി എന്ന് പറയുന്നത്. ഇത് എക്സ്റ്റൻഷൻ, സ്ട്രൈറ്റനിങ് പോസ്റ്റീരിയർലി. അപ്പോൾ സാജിറ്റൽ പ്ലെയിനിൽ ആന്റീരിയർ ആയിട്ട് ബെൻഡ് ചെയ്യുന്നതിനെ ഫ്ലെക്ഷൻ എന്നും പോസ്റ്റീരിയർ ആയിട്ട് സ്ട്രൈറ്റൻ ചെയ്യുന്നതിനെ എക്സ്റ്റൻഷൻ എന്നും പറയും. പ്ലാന്റാർ ഫ്ലെക്ഷൻ, dorsiflexion, then movements of trunk in coronal plane, abduction and adduction. Okay, adduction means towards the median plane. അതായത് നമ്മളിങ്ങനെ മീഡിയൻ പ്ലെയിൻ കൈ ഇങ്ങോട്ട് അടുപ്പിക്കുന്നതിനെ, മീഡിയൻ പ്ലെയിനിലേക്ക് അടുപ്പിക്കുന്നതിനെ അഡക്ഷൻ എന്നും മീഡിയൻ പ്ലെയിനിൽ എവേ പോകുന്നതിനെ അബ്ഡക്ഷൻ എന്നും പറയും. lateral flexion എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രങ്ക്, see this is lateral flexion towards my left, this is also lateral flexion of my trunk. And movements of the body, parts of the body around it is long axis, that means rotations, medial rotation and lateral rotation. We will see ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. സോ അപ്പർ ലിംബിന്റെ ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ മുന്നോട്ട് വെക്കുന്നതിനാണ് ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. ഷോൾഡർ ജോയിന്റിലെ ഫ്ലെക്ഷൻ ഇതാണ്. ദിസ് ഇസ് ഷോൾഡർ ജോയിന്റിലെ എക്സ്റ്റൻഷൻ. ഇതിന്റെ പിക്ചർ കാണാം. ദിസ് ഇസ് ഷോൾഡർ ജോയിന്റിന്റെ ഫ്ലെക്ഷൻ, ദിസ് ഇസ് ഷോൾഡർ ജോയിന്റ് എക്സ്റ്റൻഷൻ. ആൻഡ് എൽബോ ജോയിന്റ് വരുന്ന സമയത്ത് ഇതാണ് ഫ്ലെക്ഷൻ, ഇതാണ് എക്സ്റ്റൻഷൻ. എൽബോ ജോയിന്റിന്റെ ഫ്ലെക്ഷൻ ഇങ്ങനെ എക്സ്റ്റൻഷൻ. എൽബോ നിവർത്തുന്നതിനെ എക്സ്റ്റൻഷൻ എന്നും മടക്കുന്നതിനെ ഫ്ലെക്ഷൻ എന്നും പറയും. നീ ജോയിന്റ് ആണെങ്കിൽ നീ മുട്ട്, ഇതാണ് നീ ജോയിന്റ്. ബെൻഡ് ചെയ്യുന്നതിനെ ഫ്ലെക്ഷൻ എന്നും ഇത് നിവർത്തി നോർമലായിട്ട് വെക്കുന്നതിനെ എക്സ്റ്റൻഷൻ എന്നും പറയും. സോ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ എന്താണ് ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നടക്കുന്നതിനെ ആണ് ഫ്ലെക്ഷൻ എന്ന് പറയുന്നത് ഇൻ ജനറൽ. നിവർത്തുന്നതിനെയാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. കൈ മുട്ട് മടക്കുന്നതിനെ ഫ്ലെക്ഷൻ എന്നും നിവർത്തുന്നതിനെ എക്സ്റ്റൻഷൻ എന്നും, കാൽമുട്ട് മടക്കുന്നതിനെ ഫ്ലെക്ഷൻ എന്നും, കാൽമുട്ട് നിവർത്തി വെക്കുന്നതിനെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നു. ഷോൾഡറിൽ ഫ്ലെക്ഷൻ ആവുന്ന സമയത്ത് ഷോൾഡർ മുന്നോട്ട് മടക്കുന്നതിനെ ഫ്ലെക്ഷൻ എന്നും, പിന്നോട്ട് മടക്കുന്നതിനെ, പിന്നോട്ട് നിവർത്തുന്നതിനെ എക്സ്റ്റൻഷൻ എന്നും പറയും. അബ്ഡക്ഷൻ ആൻഡ് അഡക്ഷൻ. ഇപ്പോൾ ഒരു ഷോൾഡർ ജോയിന്റിലെ അബ്ഡക്ഷൻ ആണെങ്കിൽ എവേ ഫ്രം ദ ബോഡി, അഡക്ഷൻ ആകുമ്പോൾ ടുവേർഡ്സ് ദി മിഡ് ലൈൻ, ഇതാണ് ഷോൾഡർ അഡക്ഷൻ. ദിസ് ഇസ് ഷോൾഡർ അബ്ഡക്ഷൻ. അതേപോലെ ലോവർ ലിംബിലാണെങ്കിൽ ഹിപ്പിന്റെ അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഹിപ്പ് എവേ ഫ്രം ദ ബോഡി, ഉള്ളോട്ട് വരുന്നതിനെ മിഡ് ലൈനിലേക്ക് കൊണ്ടുവരുന്നതിനെ അഡക്ഷൻ എന്നും, എവേ ഫ്രം ദ ബോഡി ആണെങ്കിൽ ഇതിനെ അബ്ഡക്ഷൻ എന്നും പറയും. ഇൻ ദ സെയിം വേ നമ്മുടെ ഫിംഗേഴ്സിൽ ഇത് ആണ് ഇതിന്റെ മിഡിൽ, ഇതിലേക്ക് ഇങ്ങോട്ടൊക്കെ അടുപ്പിക്കുന്നതിനെ അഡക്ഷൻ ഓഫ് ദ ഫിംഗേഴ്സ് എന്ന് പറയും. ഈ മിഡ് ലൈനിൽ നിന്നും അകത്തുന്നതിനെ അബ്ഡക്ഷൻ എന്ന് പറയും. ABD, അബ്ഡക്ഷൻ, അഡക്ഷൻ, അബ്ഡക്ഷൻ. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അബ്ഡക്ഷൻ മീൻസ് എവേ ഫ്രം ദ മിഡ് ലൈൻ. ഓക്കെ, ഇതിന്റെ നമ്മുടെ ഹാൻഡിലെ മിഡ് ലൈൻ ഇതാണ് മിഡിൽ ഫിംഗർ. സോ ഇതിന്റെ മിഡിൽ ഫിംഗറിലേക്ക് അടുപ്പിക്കുന്നതിനെ അഡക്ഷൻ എന്നും, ഇതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നതിനെ അബ്ഡക്ഷൻ എന്നും പറയും. ABDUCTION, അബ്ഡക്ഷൻ. So lateral flexion of the trunk. See, lateral flexion ആണ് ട്രങ്കിന്റെ. നമ്മൾ നേരത്തെ കണ്ടതാണ് lateral flexion of the trunk. Next, medial rotation and lateral rotation of the shoulder joint. See, നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയൽ റൊട്ടേഷൻ ഒന്നും ഇങ്ങോട്ട് പോയാൽ എന്തായി, എൻ്റെ കൈ ഷോൾഡർ ജോയിന്റ് ലാറ്ററൽ റൊട്ടേഷൻ ആണ്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഷോൾഡർ ജോയിന്റിന്റെ മീഡിയൽ റൊട്ടേഷൻ, ലാറ്ററൽ റൊട്ടേഷൻ. സോ പ്രൊണേഷൻ എന്ന് പറഞ്ഞാൽ മീഡിയൽ റൊട്ടേഷൻ ഓഫ് ദി ഫോറാം ആണ്. സോ ദിസ് ഇസ് മീഡിയലി റൊട്ടേറ്റ് ചെയ്യാണ്. ഇതിനാണ് പ്രൊണേഷൻ എന്ന് പറയുന്നത്.
ഇതിനെ supination എന്ന് പറയും. lateral rotation of the forearm. This is pronation, this is supination. priest pronates, അതായത് പള്ളിയിലെ അച്ഛന്മാരെ എന്ന് അനുഗ്രഹിക്കുന്നതിനാണ് priest pronate എന്നും beggars supinate എന്നും ഓർക്കുക. യാചകർ എന്ത് ചെയ്യാണ്? supinate ചെയ്യാണ്. priest pronates and beggars supinate. medial rotation of the forearm ആണ് എന്ത്? pronation. supination എന്ന് പറഞ്ഞാൽ lateral rotation of the forearm. circumflexion എന്ന് പറഞ്ഞാൽ flexion, extension, abduction, adduction, ആ എല്ലാ മൂവ്മെന്റിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, circumflexion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ see I am doing extension, abduction, flexion, adduction. Okay, all movements. ഇതാണ് circumflexion of the shoulder joint. Same way, ball and socket joint ആയിട്ടുള്ള ഷോൾഡർ ജോയിന്റിലും ഹിപ്പ് ജോയിന്റിലും ഈ circumflexion movement പോസിബിൾ ആണ്. Inversion എന്ന് പറഞ്ഞാൽ sole of the foot places medially. Okay, we'll see the picture. And eversion എന്ന് പറഞ്ഞാൽ sole of the foot faces laterally. Protraction and retraction. To move forward, see my shoulder, see protraction and retraction. The away move forward and protraction, see move backward and retraction. The shoulder middle is a movement and protraction and protrusion and retraction. Sorry. And depression and elevation. In the shoulder joint ഞാൻ ഷോൾഡർ ഗ്രീഡിൽ ഞാൻ എലവേറ്റ് ചെയ്യുന്നു, ഡിപ്രസ് ചെയ്യുന്നു. ദിസ് ഇസ് എലവേഷൻ, ദിസ് ഇസ് ഡിപ്രഷൻ. എലവേഷൻ, ഡിപ്രഷൻ. വിൽ സീ supination and pronation. Pronation, supination. നമ്മളിങ്ങനെ വെക്കുന്ന സ്ഥലത്ത് see pronates and beggars supinate. Circumflexion എല്ലാ മൂവ്മെന്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ. ഇത് ബോൾ ആൻഡ് സോക്കറ്റ് ടൈപ്പ് ഓഫ് ജോയിന്റിലാണ് പോസിബിൾ. നമ്മുടെ ഷോൾഡർ ജോയിന്റിലും ഹിപ്പ് ജോയിന്റിലുമാണ് ഇത് പോസിബിൾ ആയിട്ടുള്ളത്. Then inversion of the foot and eversion of the foot. കാലിന്റെ രണ്ട് അടിഭാഗവും ഒരേപോലെ ഉള്ളിലേക്ക് വരുന്നതിനാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്, മീഡിയയിലേക്ക് വരുന്നത്. ഇത് ലാറ്ററിലേക്ക് പോകുന്നതിനാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് ബിഗ് ടോസ് താഴെ വരെയും പിന്നെ ലിറ്റിൽ ടോ പുറത്ത് വരെ ചെയ്യുമ്പോൾ ഇൻവേർഷനും ഇത് ഇൻവേർഷൻ ഓഫ് ദ ഫുട്ട്. ഓക്കെ, so hope all the movements is clear. Flexion, extension, abduction, adduction, circumflexion, internal rotation, external rotation, eversion, inversion. Okay, hope this all clear. ഇതൊക്കെ എന്താണ് എന്ന് എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവണം. ഓരോ ജോയിന്റിലും എങ്ങനെയാണ് ഫ്ലെക്ഷൻ, എങ്ങനെയാണ് എക്സ്റ്റൻഷൻ എന്നത്. ഞാനിപ്പോൾ ഷോൾഡർ ജോയിന്റ്, എൽബോ ജോയിന്റ് ഒക്കെ ഓരോ മൂവ്മെന്റിന്റെയും വളരെ കുറച്ച് മാത്രമേ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. അപ്പോൾ ഫിംഗർ ആണെങ്കിൽ എങ്ങനെയാണ് ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, ഈ ജോയിന്റിന്റെ ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, അങ്ങനെ ഓരോന്നും നമ്മൾ അബ്ഡക്ഷൻ പറഞ്ഞു. അതേപോലെ ഓരോന്നും നിങ്ങൾ സ്വന്തം പ്രാക്ടീസ് ചെയ്ത് ഓരോ ജോയിന്റിലും മനസ്സിലാക്കുക. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമ്മുടെ ബോഡിനെ ഡിഫറെന്റ് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. So first of all is axial and appendicular. Appendicular എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ലിംബും ലോവർ ലിംബും ലിംബ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡിവിഷനാണ് appendicular. And axial എന്ന് പറഞ്ഞാൽ ഹെഡ്, നെക്ക് ആൻഡ് ട്രങ്ക്. ഇത് ഇൻവോൾവ് ചെയ്തിട്ടാണ് ആക്സിയൽ റീജിയൻ. അതേപോലെ നമ്മുടെ ബോഡിനെ മേജർ ആയിട്ട് 5 ആയിട്ട് വേറെ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹെഡ്, നെക്ക്, ട്രങ്ക് റീജിയൻ 1, 2, 3. ദെൻ അപ്പർ ലിംബ് ആൻഡ് ലോവർ ലിംബ്. അതാണ് വേറെ ഒരു ഡിവിഷൻ. ഹെഡ്, നെക്ക്, ട്രങ്ക്, upper limb and lower limb. We said it's head, neck, trunk, upper appendages and lower appendages. That means upper limb and lower limb. So head includes face and
ക്രേനിയം. ഫേസിൽ എന്തൊക്കെയുണ്ട് നമുക്ക് കാണാം? ഹെയർ, ഫോർഹെഡ്, ഐ, നോസ്, മൗത്ത്, ചിൻ ഒക്കെ ഉള്ള ഈ ഭാഗത്തിനാണ് ഫേസ് എന്ന് പറയുന്നത്. ഇതിന്റെ പിൻഭാഗത്ത് എന്തുണ്ട്? നമ്മുടെ ബ്രെയിൻ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ഹോളോ സ്പേസ് ഉണ്ട്, കാവിറ്റി ഉണ്ട്. അതിനെയാണ് ക്രേനിയ എന്ന് പറയുന്നത്. നെക്ക് ആന്റീരിയറിൽ ഒരു ഭാഗത്ത്, പിൻഭാഗവും ഉണ്ട്, ആന്റീരിയറും പോസ്റ്റീരിയറും. ട്രങ്കിനെ വീണ്ടും തൊറാക്സ്, അബ്ഡമൻ, പെൽവിസ്, ഒരു പോസ്റ്റീരിയർ ആസ്പെക്ട് ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടില് തൊറാക്സ്, അബ്ഡമൻ ആൻഡ് പെൽവിസ്, അങ്ങനെ പിൻഭാഗം ഇങ്ങനെയാണ് ട്രങ്കിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ അപ്പർ അപ്പൻഡേജസ് ഓർ അപ്പർ ലിംബ്. അപ്പർ ലിംബിന് ഒരു ജോയിന്റ് ഇട്ടുണ്ട്, ഷോൾഡർ ജോയിന്റ്. ദിസ് ഇസ് ആക്സില. ഷോൾഡർ ജോയിന്റിന്റെ താഴെയുള്ള സ്ഥലമാണ് ആക്സില. Then this is elbow joint. Okay, ഈ അപ്പർ ആം ആണ് ഷോൾഡർ ജോയിന്റ് മുതൽ എൽബോ ജോയിന്റ് വരെയുള്ള സ്പേസിനാണ് അപ്പർ ആം എന്ന് പറയുന്നത്. ഷോൾഡർ ജോയിന്റ് മുതൽ എൽബോ ജോയിന്റ് വരെയുള്ള സ്പേസിനെ അപ്പർ ആം എന്നും, എൽബോ ജോയിന്റ് മുതൽ റിസ്റ്റ് ജോയിന്റ് വരെയുള്ള സ്പേസിനെ ഫോർ ആം എന്നും, റിസ്റ്റിന്റെ താഴ്ഭാഗത്തുള്ള ഭാഗത്തിന്റെ ഹാൻഡ് എന്നും ആണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹാൻഡില് തമ്പ് ഉണ്ട്. ദാറ്റ് മീൻസ് this is and 4 digits. Okay, fingers ഈ ഭാഗത്തിലെ പാമാർ സർഫസ് എന്നും ഇതിലെ ഡോർസൽ സർഫസ് എന്നും, ഇത് ഡിജിറ്റ്സ്, വിരലുകളെ ഡിജിറ്റ്സ് എന്നും പറയും. Then ലോവർ ലിംബ്. ലോവർ ലിംബിലെ നമുക്ക് ഹിപ്പ് ജോയിന്റ് ഉണ്ട്. ഹിപ്പ് ജോയിന്റിന്റെ പിന്നിലായിട്ടുള്ള മസിൽസിനാണ് ഗ്ലൂട്ടിയൽ മസിൽസ് എന്ന് പറയുന്നത്. ഹിപ്പ് മുതൽ നീ ജോയിന്റ് വരെയുള്ള സ്ഥലത്തിനെയാണ് തൈ എന്ന് പറയുന്നത്. ഓക്കെ, ഹിപ്പ് ജോയിന്റ് മുതൽ നീ ജോയിന്റ് വരെയുള്ള സ്ഥലത്തെയാണ് തൈ എന്ന് പറയുന്നത്. നീ മുതൽ ആംഗിൾ വരെയുള്ള സ്ഥലത്തിനെ ലെഗ് എന്ന് പറയും. ദെൻ ആംഗിളിന്റെ ബാക്കി ഭാഗം ആണ് ഫൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നീ ജോയിന്റ് എന്ന് പറഞ്ഞാൽ കാൽമുട്ട്. പിന്നെ ആന്റീരിയർ ഭാഗത്തിലെ ഷിൻ എന്നും, പോസ്റ്റീരിയർ ഭാഗത്തിലെ ലെഗിന്റെ ആന്റീരിയർ ഭാഗത്തിലെ ഷിൻ എന്നും, പോസ്റ്റീരിയർ ഭാഗത്തിലെ കാഫ് ഏരിയ എന്നുമാണ് പറയുന്നത്. പിന്നെ ആംഗിൾ ജോയിന്റ് പിന്നിൽ ഹീലുണ്ട്. ഈ മൊത്തം ആംഗിൾ ജോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗത്തിനാണ് ഫൂട്ട് എന്ന് പറയുന്നത്. ഫൂട്ടിലുള്ള ഡിജിറ്റ്സിന് ടോ എന്ന് പറയും. ടോന്റെ സോ ദിസ് ഇസ് ദ regional anatomy. Then body cavities. Body cavities are the spaces or cavities in the body which contains organs. There are two body cavities, dorsal cavity and ventral cavity. Dorsal cavity is located on the posterior aspect. Cranial cavity, vertebral canal in the dorsal cavities എന്താണ്? cranial cavity where the brain lies and vertebral canal ഇതൊരു cavity ആണ്. ഇതിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? സ്പൈനൽ കോഡ് ഉള്ളത്. dorsal cavity and ventral cavity located anterior partly. അതായത് ഇതിനെ കമ്പയർ ചെയ്തിട്ട് ആന്റീരിയർ ആണ്, മുൻഭാഗത്താണ്. thoracic cavityയും abdominal pelvic cavityയുമാണ് വെൻട്രൽ ക്യാവിറ്റിയിൽ. പിന്നെ thoracic ക്യാവിറ്റിയിലാണ് ഉള്ളത് ലങ്സ് ഉള്ളത്. അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റി, അബ്ഡോമിനൽ ക്യാവിറ്റിയും പെൽവിക് ക്യാവിറ്റിയും കൂടെ ചേർന്നാണ് അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റി. thoracic ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദ റിബ് കേജ് ആൻഡ് വെർട്ടിബ്രൽ കോളം. വാരിയലിന്റെ വെർട്ടിബ്രൽ കോളന്റെയും ഇടയിലുള്ള ഒരു ക്യാവിറ്റിയാണ്. there are two pleural cavities around the lungs and one pericardial cavity. രണ്ട് ലങ്സും ഹാർട്ടും എവിടെയാണുള്ളത്? thoracic ക്യാവിറ്റിയിലാണ് ഉള്ളത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഹാർട്ട്, തൈമസ്, ലങ്സ്, ട്രക്കിയ, ഈസോഫാഗസ് ആൻഡ് മേജർ വെസൽസ് ഓഫ് ദി ഹാർട്ട്. അപ്പോൾ thoracic ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വെൻട്രൽ ക്യാവിറ്റിയാണ്. വെൻട്രൽ ക്യാവിറ്റിയുടെ ബോഡിയിലെ വെൻട്രൽ ക്യാവിറ്റിയുടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് thoracic ക്യാവിറ്റിയും അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റിയും. ഈ thoracic ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ റിബ് കേജിന്റെ ഉള്ളിലുള്ളതാണ്. ഒരു രണ്ട് പ്ലൂറൽ ക്യാവിറ്റീസ് which holds the lungs and one pericardial cavity which holds the heart. Okay, പിന്നെ ബാക്കിയുള്ള ട്രക്കിയ, ഈസോഫാഗസ് ആൻഡ് മേജർ വെസൽസ് ഓഫ് ദ ഹാർട്ട് ഒക്കെ ഈ thoracic ക്യാവിറ്റിയിലാണ്
ഉള്ളത്. നെക്സ്റ്റ് അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ എന്തൊക്കെയാണുള്ളത്? അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ സ്റ്റൊമക്ക് ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ലിവർ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്, ആൻഡ് മോസ്റ്റ് ഓഫ് ദ ലാർജ് ഇൻറ്റസ്റ്റൈനും എവിടെയാണുള്ളത്? അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ്. പെൽവിക് ക്യാവിറ്റിയിൽ യൂറിനറി ബ്ലാഡർ ഉണ്ട്, പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ബാക്കി ഭാഗങ്ങളും പിന്നെ ഇന്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസുമാണ് എന്തിലുള്ളത്? പെൽവിക് ക്യാവിറ്റിയിലുള്ളത്. അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റിനെ അബ്ഡോമിനൽ ക്യാവിറ്റി പെൽവിക് ക്യാവിറ്റി ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, പാൻക്രിയാസും സ്പ്ലീനും ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ കുറച്ച് ഭാഗങ്ങളുമാണ് ഉള്ളത്. പെൽവിക് ക്യാവിറ്റിയിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ബാക്കി ഭാഗങ്ങളും യൂറിനറി ബ്ലാഡർ, ഇന്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെയാണത്. ഈ ഡയഫ്രം എന്ന് പറയുന്ന ഒരു മസിൽ ഉണ്ട്. ഇതാണ് തൊറാസിക് ക്യാവിറ്റിനെ അബ്ഡോമിനൽ ക്യാവിറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ.